ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയോ വിശേഷം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയും ചമ്മന്തിയുമാണ്. അതിനകത്ത് നമുക്ക് ആദ്യം ചമ്മന്തി ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് തുവരപ്പരിപ്പ് 2 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. മൂത്ത് വരുന്നുണ്ട്. അതിന് ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, അധികം വെളുത്തുള്ളി ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു സവാള അരിഞ്ഞത്, ഇത്രയും ചേർത്ത് അതൊന്ന് വഴറ്റട്ടെ. ഒരുവിധമായി വഴന്ന് കഴിയുമ്പോൾ ഒരു പഴുത്ത തക്കാളി അതിനകത്തേക്ക് ചേർക്കുക. അതും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിനകത്ത് തേങ്ങയൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഉപ്പ് ചേർക്കുക, ഉപ്പും ചേർത്ത് വഴറ്റുക. അതിനുശേഷം മുളക് ചതച്ച മുളക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഞാൻ മുളക് പൊടി ചേർത്ത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തു. കാശ്മീരി മുളക് പൊടി ആണ് കേട്ടോ. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റി കഴിയുമ്പോൾ ദോശ ചുടാനായിട്ട് തണക്കാനായിട്ട് വെച്ചു നമ്മൾ. അത് കഴിഞ്ഞ് ദോശ ചുടാനായിട്ട് ഇടും. ഇത് റാഗിയും ഉഴുന്നും ഉപ്പും ചേർത്ത് അരച്ച് വച്ചിരുന്നാണ്. അത് പൊങ്ങി വന്നേക്കണേയാണ്. വെള്ളം ഒന്ന് തളിക്കാൻ, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കുക. നല്ല ദോശയാണ് കേട്ടോ, ഹെൽത്തിയാണ്. വണ്ണം കുറയ്ക്കാനും ഒക്കെ ഇതിന് നല്ലതാണ്. എണ്ണയോ നെയ്യോ നമ്മൾ അരുവിയുടെ ഒഴിക്കുക. ഞാനിപ്പോൾ എണ്ണ കേട്ടോ ചേർത്ത്. അതിനുശേഷം ചമ്മന്തിയുടെ കൂട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി അത് മിക്സിയിലിട്ട് ജാറിലിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ, അതിനകത്ത് തന്നെ വെള്ളം വരും. അപ്പോഴത്തേക്കും ദോശ വേവട്ടെ. ദോശ മറിച്ചിട്ടു. ഇത് ചമ്മന്തി അരച്ചു കൊണ്ടുവന്ന നല്ല കളറും തക്കാളിയുടെയൊക്കെ നല്ല കളറ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി. ഈ ദോശ ഒക്കെ ചുട്ട് എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ ഓരോ തവി ഒഴിച്ച് ചുട്ടെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിതിങ്ങനെ അരച്ച് കൂട്ടി വെച്ചേക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുട്ടെടുക്കും. കണ്ടോ, നല്ല ചമ്മന്തി ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വെറൈറ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ റാഗിക്ക് പകരം നമുക്ക് റവ ചേർക്കാം, പിന്നെ വേറെ ഗോതമ്പ് പൊടി ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും